ഉണ്ട്, അല്ലെങ്കിൽ അൽ മുഖദ്ദിമത്തുൽ അജ്റൂമിയ എന്ന് പറയുന്ന ക്ലാസിക്കൽ അറബിക് ഗ്രാമർ കിതാബിൻ്റെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ അവലംബിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതലും ചർച്ച അതേപോലെ അപ്ലിക്കേഷൻ ആ ഒരു ലെവലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതേപോലെ ഞാൻ ഗ്രൂപ്പിൽ 2 ഷർഹകൾ ഇതിൻ്റെ 2 വിശദീകരണ ഗ്രന്ഥങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും റെഫർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ റെഫർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. അത്യാവശ്യം വിശദീകരണം ആവശ്യമുള്ളിടത്തൊക്കെ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പല്ലേ, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ആ ഫോമിൽ നിങ്ങൾ മുമ്പ് പഠിച്ച അല്ലെങ്കിൽ അവസാനമായിട്ട് പഠിച്ച നഹ്വിലുള്ള ആ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ആ ഒരു പുസ്തകം കിതാബിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞാലും മതി. നിങ്ങൾ മുമ്പ് പഠിച്ചിരുന്ന അല്ലെ ലാസ്റ്റായിട്ട് നിങ്ങൾ റെഫർ ചെയ്ത ഗ്രന്ഥം ഏതാണ്, അല്ലെങ്കിൽ പുസ്തകം ഏതാണ്? നഹ്വുൽ വാദിഹ്. അപ്പോൾ നഹ്വുൽ വാദിഹ് നിങ്ങൾ ഓക്കെ നഹ്വുൽ വാദിഹ് നിങ്ങൾ പഠിച്ചപ്പോൾ അതിൽ എന്താ പറയുക, ഇനിയും ഇത് അറിയണം അല്ലെങ്കിൽ ഒന്നും കൂടി മനസ്സിലാക്കണമെന്ന് തോന്നാൻ പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാരണം എന്ന് പറയുന്നത് ആ കായികകൾ മനസ്സിലാക്കലോടുകൂടെ അത് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഒന്നുകൂടി ഇത് വിശാലമായിട്ട് മനസ്സിലാക്കണം എന്നുള്ള രൂപത്തിലായിരിക്കും ഇൻഷാ അല്ലാഹ് ഖത്തറുന്നത. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു ബേസിക് നഹ്വിനെ കുറിച്ച് അറിയാം. അതിൽ ഒന്നുകൂടി നമ്മൾ അപ്ലിക്കേഷനും അതേപോലെ അത്യാവശ്യം വിശദീകരണം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വിശദീകരണം ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. അതേപോലെ നമ്മുടെ എല്ലാവരുടെയും ഈ നഹ്വ് അല്ലെങ്കിൽ അറബിക് ഗ്രാമർ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ പലതായിരിക്കും. ഒന്നാമതായിട്ട് ചില ആൾക്കാർ ഇസ്ലാമികമായിട്ട്, അതായത് ഇസ്ലാമിക്കിൻ്റെ ഖുർആനും ഹദീസൊക്കെ അറബിയിലായതുകൊണ്ട് അറബി മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അറബിയെ നേരിട്ട് മനസ്സിലാക്കൽ മാത്രമല്ല ലക്ഷ്യം, അതിന് പുറമെ അറബി മനസ്സിലാക്കലോടുകൂടെ അല്ലെ അറബി മനസ്സിലാക്കുന്നതിലൂടെ ഖുർആനും ഹദീസും അതേപോലെ തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ചിലവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അറബി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് അറബി നന്നായി വായിക്കാനും അതേപോലെ അറബിയിൽ എഴുതാനും വായിക്കുന്നത് മനസ്സിലാവാനും നമുക്ക് അത്യാവശ്യമായിട്ട് ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു സെൻറ്റൻസിൻ്റെ ഘടന എങ്ങനെയാണ് അറബിയിൽ, അതാണ് ഗ്രാമർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രാമർ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഗ്രാമർ പറയുമ്പോൾ അതിന് 2 പാർട്ടുണ്ട്. ഒന്നാമതായിട്ട് നമുക്കറിയാം മോർഫോളജി എന്ന് പറയുന്ന സർഫ് എന്ന് പറയുന്ന ഒരു പാർട്ട്, അതായത് ഒരു പദത്തെ അത് സ്വന്തം എങ്ങനെ രൂപപ്പെട്ടു വന്നു, അതിൻ്റെ ആ ഒരു പദം ജുംലയിൽ വരാതെ അതെങ്ങനെ രൂപപ്പെട്ടു വന്നു, അതേപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് സർഫ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു പദം ജുംലയിൽ വരുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അതും അതിൻ്റെ മുമ്പുള്ളതോ അല്ലെ ശേഷമോ ഉള്ളതോ ആയ കലിമത്ത് അല്ലെ വേർഡുമായിട്ട് അതിൻ്റെ ബന്ധം എന്താണ് എന്നാണ് പ്രധാനമായിട്ട് നമ്മൾ നഹ്വ് അല്ലെ സിൻടാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നഹ്വിനെ കുറിച്ചാണ്. അതായത് ഒരു കലിമ അല്ലെങ്കിൽ ഒരു വേർഡ് ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ അത് അതിൻ്റെ മുമ്പുള്ളതും ശേഷമുള്ളതുമായിട്ടുള്ള അതിൻ്റെ ഫങ്ഷന്, അതേപോലെ അറബിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഇഅ്റാബ് എന്ന് പറയുന്ന ഓരോ കലിമത്തിൻ്റെ അവസാനം എങ്ങനെ അത് ലമ്മായിട്ടാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ കസ്റത്തായിട്ടാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ ഫത്ഹത്തായിട്ടാണ് വായിക്കേണ്ടത്, സുക്കൂനായിട്ടാണ് വായിക്കേണ്ടത്, അതാണ് പ്രധാനമായിട്ട് നഹ്വിൻ്റെ ഒരു ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നഹ്വ് എന്ന് പറയുന്നത് ഒരു ജുംലെ അല്ലെങ്കിൽ ഒരു പദം സ്വയം വരുമ്പോഴുള്ള അവസ്ഥകളെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ജുംലയിൽ ആ പദം വരുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ആ ഫങ്ഷൻ അനുസരിച്ച് അതിന് ഏത് അറാബാണ് നൽകേണ്ടത്, അതിൻ്റെ അവസാനം എങ്ങനെയാണ് വായിക്കേണ്ടത്, അതാണ് പ്രധാനമായിട്ട് നഹ്വിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം
നഹ്വിൻ്റെ അസാസ്, നഹ്വിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ജുംലയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ജുംലക്ക് നമ്മളിപ്പോൾ പുതിയ അറബിയിൽ അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് നമ്മൾ ജുംല എന്ന് വിളിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന ജുംലയോ അതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും മുമ്പ് പറഞ്ഞിരുന്ന ഒരു ടേമായിരുന്നു അൽ കലാം എന്ന് പറയുന്നത്. അപ്പോൾ ആ അൽ കലാം എന്നത് കൊണ്ടാണ് ഈ ഒരു ടെക്സ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു നഹ്വിൻ്റെ അല്ലെങ്കിൽ സിൻടാക്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജുംലയാണ്. ആ ജുംലക്ക് മുമ്പ് പറഞ്ഞിരുന്ന ടേമാണ് അൽ കലാം എന്ന് പറയുന്നത്. ആ അൽ കലാം എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എപ്പോഴാണ് അൽ കലാം എന്ന് ഒരു ജുംലയെക്കുറിച്ച് പറയാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യമായിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ തുടങ്ങുന്നത്. അപ്പോൾ ആരൊരാൾ ഈ ഒരു ടെക്സ്റ്റ് വായിക്കുക, ഫസ്റ്റത്തെ ഒരു സെൻറ്റൻസ് ആരാ വായിക്കുക? ഞാൻ വായിക്കണോ? ഓക്കെ, വായിച്ചോളൂ. അഖ്സാമുൽ കലാമി വഅലാമത്തു കുല്ലി ഖിസ്മിൻ. അൽ കലാമു ഹുവ ലഫ്സുൽ മുറക്കബുൽ മുഫീദു ബിൽ വള വഅഖ്സാമുഹു സലാസ ഇസ്മുൻ വഫിഅലുൻ വഹർഫ് ജാഅ ലിമാന. ഓക്കെ, ഫുൾ വായിക്കണോ? അത് മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ജുംലയാണ് ഒരു നഹ്വിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജുംല എന്താണ് എന്ന് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ആ ജുംല എന്ന് പറഞ്ഞാൽ മുമ്പ് ഉള്ള ടേം അനുസരിച്ച് കലാം എന്ന് പറഞ്ഞാൽ ഹുവൽ ലഫ്ദുൽ മുറക്കബു അൽ മുഫീദു ബിൽ വളഇ. അപ്പോൾ കലാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കലാം എന്ന പദം എന്ന് പറഞ്ഞാൽ സംസാരം എന്നുള്ളതാണ്. അപ്പോൾ കലാം കൊണ്ട് പഴയ അറബിയിൽ അല്ലെങ്കിൽ നഹ്വിൽ ഉദ്ദേശിക്കുന്നത് സംസാരമാണ്, അതായത് ലഫ്ലാണ്, ഉച്ചരിക്കപ്പെടുന്ന ഒന്നിനാണ് കലാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത് മുറക്കബാവണം, ഒരു കെലിമത്തായാൽ മാത്രം പോരാ, ഒന്നിലധികം കെലിമത്ത് ഉണ്ടാവണം, അതിനാണ് മുറക്കബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ അൽ മുഫീദു, അത് ഫായിദ ഉണ്ടാവണം, യൂസ്ഫുൾ ഒരു മീനിങ് ഉണ്ടാവണം അതിന്. അപ്പോൾ ഒരു ഉച്ചരിക്കുന്ന മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ലഫ്ദ് ഉച്ചരിക്കപ്പെടുന്നതിനാണ് നമ്മൾ കലാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബിൽ വളഇ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നഹ്വ് എന്ന് പറയുന്നത് അറബി ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ബിൽ വളഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബി ഭാഷയിൽ വെക്കപ്പെട്ട പദങ്ങളാവണം. അപ്പോൾ അറബി ഭാഷയിൽ വെക്കപ്പെട്ട പദങ്ങൾ കൊണ്ട് ഫായിദ ഉണ്ടാവണം. വേറെ ഭാഷയിലുള്ള ജുംലയെ അറബി ഭാഷ പ്രകാരം ഒരു കലാം എന്ന് പറയാൻ പറ്റില്ല ആ ഒരു നഹ്വിൻ്റെ ടൈം അനുസരിച്ച്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കലാം അല്ലെ ജുംല എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കെലിമത്തുകൾ കൂടി ചേർന്നിട്ട് നമുക്കൊരു മീനിങ് ഉണ്ടാക്കി തരുന്നത്. അതായത് ആ ഒരു ജുംല കേട്ടാൽ നമുക്ക് വേറൊരു ചോദ്യം അവിടെ ഉണ്ടാവില്ല, നമുക്കൊരു ഫായിദ ഉണ്ടാകും, ഒരു മീനിങ് ഫുള്ളായിരിക്കും ആ ഒരു ജുംല എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഒരു ജുംല അല്ലെങ്കിൽ കലാം എന്ന് നഹ്വിൽ പറയുന്നത്. അതാണ് ഈ ഒരു നഹ്വിൻ്റെ യൂണിറ്റ് അല്ലെ നഹ്വിൻ്റെ മൗദൂഅ്, സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നഹ്വിൽ ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ജുംല ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു കലാം ഉണ്ടാവുന്നത് ധാരാളം പദങ്ങൾ കൂടിച്ചേർന്നായിരിക്കുമല്ലോ. ഒന്നിലധികം പദങ്ങൾ കൂടിച്ചേരണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒന്നിലധികം പദങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ഒരു ജുംല അല്ലെ കലാം ഉണ്ടാവുന്നത്. ആ കലാമിൻ്റെ ഇനങ്ങൾ അല്ലെങ്കിൽ ആ കൂടിച്ചേർന്നുണ്ടാവുന്ന അതിൻ്റെ ഇനങ്ങൾ എന്ന് പറയുന്നത് വഅഖ്സാമുഹു സലാസത്തുൻ, അത് മൂന്നെണ്ണമാണ്. ഒന്ന് ഇസ്മുൻ വഫിഅലുൻ വഹർഫുൻ ജാഅ ലിമഅന. ഇസ്മ്, ഫിഅല്, ഹർഫ് ജാഅ ലിമഅന എന്ന് പറയാൻ കാരണം നമ്മൾ പഴയ കിതാബുകളൊക്കെ എടുത്തു നോക്കിയാൽ ഇസ്മ്, ഫിഅല്, ഹർഫ് എന്ന് പറഞ്ഞു പോവാതെ ഹർഫുൻ ജാഅ ലിമഅന എന്ന് കാണാം. നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് സീബവൈഹിൻ്റെ അൽ കിതാബ് എന്നുള്ളതാണ് ഏറ്റവും ഓൾഡായിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് നഹ്വിൽ. അതിലൊക്കെ നോക്കിയാൽ നമുക്ക് ഹർഫുൻ ജാഅ ലിമഅന എന്ന് കാണാൻ പറ്റും, ഹർഫ് എന്ന് പറഞ്ഞ് പോവാതെ നിർത്താതെ, ഹർഫ് എന്ന് പറഞ്ഞ് നിർത്താതെ. അപ്പോൾ ഹർഫുൻ ജാഅ ലിമഅന എന്ന് പറയാൻ കാരണം നമുക്കറിയാം അറബിയുള്ള ഹർഫുകൾ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അലിഫ് ബ ത എന്ന് പറയുമ്പോൾ ആ ലെറ്റേഴ്സിന് പ്രധാനമായിട്ടൊരു അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ള അക്സാമുൽ കലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹർഫുൻ ജാഅ ലിമഅന, ഒരു അർത്ഥമുള്ള ഹർഫുകളാണ്. ഉദാഹരണമായിട്ട് മീൻ അല്ലെങ്കിൽ ഇല, അതേപോലത്തെ ഒരു അർത്ഥമുള്ള ഒരു മീനിങ് ഫുള്ളായ ഒരു ഹർഫിനാണ് ഇവിടെ അക്സാമുൽ കലാമായിട്ട് അല്ലെങ്കിൽ അക്സാമായിട്ട് ഉദ്ദേശിക്കുന്ന ഹർഫ് എന്ന് പറയുന്നത്. ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഹർഫാണ് എന്നാണ് അതിൽ നിന്ന് പറയുന്നത്. അതായത് ഹർഫുൻ ജാഅ ലിമഅന എന്ന് പറയാൻ കാരണം പറഞ്ഞതാണ്. അപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന കിതാബുകളിലൊക്കെ ഹർഫുൻ ജാഅ ലിമഅന എന്ന് പറയും, പിന്നെ അതിന് ശേഷം ഹർഫ് എന്നുള്ള ഒരു ടേമായിട്ട് അതിനെ ചുരുക്കപ്പെട്ടതാണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അലിഫ് ബ ത എന്നുള്ള ഹർഫല്ല, അതായത് പ്രിപ്പൊസിഷൻ എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ഹർഫുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ 3 ഖിസ്മുകളാണ് പറയുന്നത്: ഇസ്മ്, ഫിഅല്, ഹർഫ്. അപ്പോൾ ഇസ്മ്, ഫിഅല്, ഹർഫ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 എണ്ണമാണ് ഇവിടെ ഉള്ളത്. വേറെ ലാംഗ്വേജുകളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് 7ഓളം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇസ്മിൻ്റെ അടിയിൽ തന്നെ വേറെ പലതും വരുന്നുണ്ട്. ഇപ്പോൾ ഇസ്മ് എന്നുള്ളത് അതിൻ്റെ അടിയിൽ അഡ്ജക്റ്റീവ്, നൗണ് എന്നതിൻ്റെ അടിയിൽ തന്നെ വസ്ഫ് എന്നുള്ള നിലക്ക് അറബിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹർഫിൻ്റെ അടിയിൽ ധാരാളം ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ഹർഫ് എന്നുള്ളതിൽ പ്രിപ്പോസിഷൻ പെടാം, അതേപോലെ തന്നെ കൺജക്ഷൻസ് പെടാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു 3 ഖിസ്മുകൾ, ഈ 3 നൗഉകൾ, അൻവാഉകൾ ബാക്കിയുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ടാണ് അറബിയിൽ 3 എണ്ണമായിട്ട് പറയുന്നത്. അതിൻ്റെ ഉപഘടകങ്ങളായിട്ട് നമുക്ക് ഇപ്പോൾ ഇസ്മിൻ്റെ ഉപഘടകമായിട്ട് ഇസ്മിനെ നമുക്ക് വസ്ഫാകാം, അലമാകാം, ലമീറാകാം, അങ്ങനെ ധാരാളം നമുക്ക് ഇപ്പോൾ ലമീർ എന്ന് പറഞ്ഞാൽ പ്രോനൗണാണല്ലോ, അത് വേറെ ഒരു ഇതായിട്ടാണല്ലോ ഇതിൽ എണ്ണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 3 എണ്ണത്തിന് ഉപഘടകങ്ങളായിട്ട് വേറെയും വരാം. അപ്പോൾ ഈ മെയിൻ ആയിട്ട് 3 ആയിട്ടാണ് അറബിയിൽ കലാമിൻ്റെ ഇനങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇസ്മ്, ഫിഅല്, ഹർഫ് എന്നതിൽ നമുക്കറിയാം, ഇസ്മ് എന്ന് പറഞ്ഞാൽ ഒരു ദാത്തിലേക്ക് സൂചിപ്പിക്കുന്ന, ഇപ്പോൾ ഒരു മാനയിലേക്ക് സൂചിപ്പിക്കുന്ന, ഇപ്പോൾ ദാത്ത് തന്നെ ആവണമെന്നില്ല, ഇസ്മ് ദാത്താകാം, ഇസ്മ് മാനയാകാം. അപ്പോൾ ഒരു കാലത്തേക്കൊന്നും സൂചിപ്പിക്കാതെ, ഒരു സമാനിലേക്ക് സൂചിപ്പിക്കാതെ ഒരു അർത്ഥത്തിൻ്റെ മേലെ അറിയിക്കുന്നതിനാണ് നമ്മൾ ഇസ്മ് എന്ന് പറയുക. ഇസ്മുൻ ദല്ല അല, ഇപ്പോൾ മാ ദല്ല അല മഅന വലം യഖ്തരിൻ ബിസമനിൻ മുഅയ്യൻ എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഫിഅല് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൻ്റെ മേലെ അറിയിക്കലോടുകൂടെ നമുക്കറിയാം മൂന്നാലൊരു കാലത്തിലേക്ക്, സമനിലേക്ക് സൂചിപ്പിക്കുന്നതാണ് ഫിഅല് എന്ന് പറയുന്നത്. അത് ഒന്നുകിൽ മാദിയാകാം, കഴിഞ്ഞ കാലമാകാം, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആകാം, അതേപോലെ തന്നെ ഫ്യൂച്ചറും ആകാം. അപ്പോൾ ഇതിനാണ് ഈ ഫിഅല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹർഫ് എന്ന് പറയുന്നത് സ്വയം ഒരു അർത്ഥം ഉണ്ടാവില്ല. അതായത് സ്വയം അർത്ഥം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂർത്തിയാവണമെങ്കിൽ നമുക്ക് അതിൻ്റെ ശേഷമുള്ള ഇസ്മിലേക്കോ അല്ലെങ്കിൽ മുമ്പുള്ള ഫിഅലിലേക്കോ ഒക്കെ ആവശ്യമാകും. അതിനാണ് ഹർഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ അതിൻ്റെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ഇസ്മ എന്തുകൊണ്ട്, ആ ടേം കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി മുസന്നിഫ് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിൽ പറയുന്നത് ഇസ്മ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. ഒരു ഇസ്മ കണ്ടാൽ അത് ഇസ്മാണ് എന്ന്, അല്ലെങ്കിൽ ഒരു പദം കണ്ടാൽ അത് ഇസ്മാണോ ഫിഅലാണോ ഹർഫാണോ എന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ അലാമത്തുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ ആ അലാമത്തുകൾ കാണുമ്പോൾ നമുക്ക് ഇസ്മ ഇതാണ്, ഫിഅൽ ഇതാണ്, ഹർഫ് ഇതാണ് എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം. ഇതെന്തിനാണ് നമ്മൾ ഇസ്മ, ഫിഅൽ, ഹർഫ് എന്ന് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് നമുക്ക് പാർട്ട് ഓഫ് സ്പീച്ച് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ഒരു കലിമത്ത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതേപോലെ തന്നെ ഈ ഇഅ്റാബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ശേഷം നമ്മൾ പറയുന്നത് പോലെ മർഫൂ ആയിട്ടുള്ള ഇസ്മുകൾ, ഇപ്പോൾ ഫാഇൽ എന്ന് പറയുന്നത് മർഫൂ ആയ ഒരു ഇസ്മാണ്, മഫ്ഊൽ എന്ന് പറയുന്നത് മൻസൂബായ ഒരു ഇസ്മാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മൻസൂബാത്തുകളിൽ എണ്ണുമ്പോൾ അത് ഇസ്മാണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ആ ഒരു ഏത് പൊസിഷനിലാണ് വരിക എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇഅ്റാബ് മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ അവസാനം എങ്ങനെയാണ് വായിക്കണമെന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇസ്മു, ഫിഅൽ, ഹർഫ് എന്നുള്ളതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്മു എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം സബ് കാറ്റഗറികളുണ്ട്. ഇസ്മിൽ തന്നെ ദമീറുകളുണ്ട്, അതേപോലെ തന്നെ വസ്ഫുകളുണ്ട്, അലമുകളുണ്ട്, അതുപോലെ ഇസ്മി ഷാറ, ഇസ്മ ഉസൂൽ, അങ്ങനെ ധാരാളം ഇനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫിഅലിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിഅൽ സമനിനനുസരിച്ച് വ്യത്യാസപ്പെടും, സമനിനനുസരിച്ച് അതിൽ ഇനങ്ങളുണ്ട്. ഹർഫ് എന്നുള്ളതിൽ തന്നെ നമുക്ക് ഹുറൂഫുൽ ജറുണ്ട്, ഹുറൂഫ് നസ്ബുണ്ട്, ജസ്മുണ്ട്, അങ്ങനെ ഇനങ്ങൾ ധാരാളങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് അതിൻ്റെ അൻവാഴുകൾ, പാർട്ടുകൾ എന്നുള്ള നിലക്കാണ് ഈ 3 എണ്ണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്മു, ഫിഅൽ, ഹർഫ് എന്നുള്ളതിൻ്റെ ഒരു മാനയിലുള്ള ഒരു അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ ആ ടേം എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതേപോലെ നമുക്ക് ഒരു ഇസ്മ കണ്ടാൽ അത് ഇസ്മാണ്, അല്ലെങ്കിൽ ഒരു കലിമത്ത് കണ്ടാൽ ഇസ്മാണോ ഫിഅലാണോ ഹർഫാണോ എന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ അടയാളങ്ങളാണ് ഇനി നമ്മൾ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇനി പറയുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ആ ബാക്കി കൂടി ഒന്ന് വായിക്കുമോ?
ഫൽ ഇസ്മു എന്നിട്ട് തൊട്ടിട്ടുള്ള പറയുന്ന സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. നേരത്തെ വായിച്ചാരായിരുന്നു? ഒന്നുകൂടി ബാക്കിയും കൂടി ഒന്ന് വായിക്കുമോ? ഓക്കെ ഓക്കെ. ഇവിടെ വരെ വായിച്ചാൽ മതി കേട്ടോ. ഇനി എവിടെ വരെ വായിക്കേണ്ടത്? താ വരെ ഇവിടെ താ വരെ. ഓക്കെ. ഇതാണ് ഇവിടെ ഫൽ ഇസ്മു യുഅറഫു ബിൽ ഖഫ്ദി വത്തൻവീനി വദുഖൂലിൽ അലിഫി വല്ലാമി വഹുറൂഫിൽ ഖഫ്ദ് തന്നെയാണ് അവിടെ വായിക്കേണ്ടത്. അത് വഹുറൂഫിൽ ഖഫ്ദി എന്നോ? ഹുറൂഫിൽ ഖഫ്ദി. ഹുറൂഫിൽ ഖഫ്ദി വഹിയ മിൻ വഇല വഅൻ വഅല വഫി വറുബ്ബ വൽബാഉ വൽകാഫു വല്ലാമു വഹുറൂഫിൽ ഖസം വഹിയൽ വാവു വൽബാഉ വത്താഉ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അക്സാമുൽ കലാം എന്ന് പറയുന്നത് ഇസ്മു ഫെയിലു ഹർഫാണ്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ അലാമത്തുകളിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഇസ്മിൻ്റെ അലാമത്തുകൾ, ഒരു കലിമത്ത് കണ്ടാൽ ഇസ്മാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്ന അതിൻ്റെ അലാമത്തുകൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ഫലിസ്മു യുഅറഫു, ഇസ്മ അറിയപ്പെടും ബിൽ ഹഫ്ലി, ജറ് കൊണ്ട്. അതായത് ഹഫ്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ, നിങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു കാര്യമാണ്, എന്നാലും ഞാൻ പറയാണ്. ഹഫ്ല് എന്നുള്ളത് നമുക്കറിയാം, നഹ്വിൽ 2 മദ്രസകളുണ്ട്. പ്രധാനമായിട്ട് 2 മദ്രസകളുണ്ട്, 2ൽ കൂടുതലുണ്ട്. പ്രധാനമായിട്ട് ബസറക്കാർ, കൂഫക്കാർ എന്നുള്ള 2 മദ്രസകൾ. അതിൽ 2നും സ്വന്തമായിട്ടുള്ള ടേംസുകളുണ്ട്. അപ്പോൾ അതിൽ ബസറക്കാരുടെ അടുക്കലുള്ള ടേമാണ് എന്ത്? ജറ് എന്നുള്ളത്. കൂഫക്കാരുടെ അടുക്കൽ അവർ ഹഫ്ല് എന്നാണ് പറയുക. അപ്പോൾ ജറ് എന്നതിലേക്കാണ് ശരിക്ക് സൂചിപ്പിക്കുന്നത് എന്ത്? ഹഫ്ല് കൊണ്ട്. ജറ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ കസ്റത്ത് വരുന്നത്, അസലിയായിട്ട് കസ്റത്ത് വരുന്നതിനാണ് നമ്മൾ ജറ് എന്ന് പറയുക. അതിന് വേറെയും അടയാളങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഇനി ചർച്ച ചെയ്യാനുള്ള കാര്യമായതുകൊണ്ട് കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഒരു പദത്തിൻ്റെ അവസാനം നമ്മൾ കസ്റത്ത് കണ്ടാൽ അത് നമുക്ക് ഇസ്മാണെന്ന് മനസ്സിലാക്കാം. കാരണം അത് ഫിഅലിൽ വരില്ല, അതേപോലെ തന്നെ ഹർഫിൽ ആ ഒരു നിലക്ക് വരില്ല. അതായത് ഹർഫുകൾ മബ്നി ആയതുകൊണ്ട് ജറ് എന്നുള്ള നിലക്ക് വരില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കസ്റത്ത് ഒരു പദത്തിൽ കാണുകയാണെങ്കിൽ നമുക്ക് 90% അല്ല 95% അതൊരു ഇസ്മാണെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു അടയാളമാണ് തൻവീൻ എന്ന് പറയുന്നത്. തൻവീൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് തൻവീൻ എന്ന് പറഞ്ഞാൽ അതൊരു നൂനാണ്, ഒരു ഹർഫാണ്. അതായത് നൂന് എന്നുള്ള ഹർഫാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ വാക്സാമുഹു സലാസത്തുൻ എന്ന് പറയുന്നിടത്ത് നമ്മളെങ്ങനെയാണ് വായിക്കുന്നത്? വാക്സാമുഹു സലാസത്തുൻ. തുൻ എന്ന് പറയുമ്പോൾ അവസാനം ഒരു നൂന്, ഒരു സാക്കിനായ ഒരു നൂന് വെച്ചിട്ടാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം തജ്വീദിലൊക്കെ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു നൂൻ തന്നെയാണ്. സാക്കിനായ തൻവീൻ എന്ന് പറയുന്നത് ഒരു നൂൻ തന്നെയാണ്, സാക്കിനായ നൂൻ തന്നെയാണ്. അപ്പോൾ സലാസത്തുൻ എന്നുള്ളിടത്ത് നമ്മൾ തൻവീന് വരുന്നുണ്ട്. അപ്പോൾ തൻവീന് വരിക എന്നുള്ളത് ഒരു ഇസ്മിൻ്റെ അടയാളമാണ്. അതൊരു ഇസ്മാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന അടയാളമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ചില തൻവീനുകളിൽ ഫിയലിൽ വരുന്ന തൻവീനുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ തൻവീൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന, അതായത് സാധാരണ എല്ലായിടത്തും വരുന്ന തൻവീൻ എന്ന് പറയുന്നത് ഇസ്മിൽ വരുന്ന തൻവീനാണ്. അതേപോലെ വേറൊരു അടയാളമാണ് ദുഖൂലുൽ അലിഫി വല്ലാം, അലിഫ്ലാം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അൽ കലാമു എന്ന് പറയുന്നത് അൽ ലഫ്ലു, അൽ മുറക്കബു, അൽ മുഫീദു, അൽ വദ, പിന്നെ അതേപോലെ തന്നെ അൽ ഇസ്മു, അൽ ഖഫ്ലു, തൻവീൻ, അവിടെയൊക്കെ നമുക്ക് അല്ല് കാണുന്നുണ്ട്. അല്ല് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒരു സ്പെസിഫിക് കാര്യത്തിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല് എന്ന് പറയുന്നത്. അതിൻ്റെ മുക്കാബിലയിൽ നക്കിറ എന്ന് പറയും, മാരിഫ നക്കിറ. അപ്പം മാരിഫി ആകാൻ വേണ്ടിയിട്ടാണ് അല്ല് വരുന്നത്. അപ്പോൾ ആ ഒരു അല്ല് ഒരു പദത്തിൽ കാണുകയാണെങ്കിൽ അത് നമുക്ക് ഇസ്മാണെന്ന് മനസ്സിലാക്കാനുള്ള അടയാളമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ 3 അടയാളങ്ങൾ പറഞ്ഞു. ഒന്ന് ജറുണ്ടാകുക എന്നുള്ളത്, അതായത് കസ്റത്ത് കാണുകയാണെങ്കിൽ, കസ്റത്ത് എന്ന് പറഞ്ഞാൽ അസ്ലിയ അടയാളമാണ്, അതിന് ഫറഇയായ വേറെ അടയാളങ്ങളുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് തൻവീൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഇസ്മിലേക്ക് സൂചിപ്പിക്കുന്ന അടയാളമാണ്. അതേപോലെ മൂന്നാമതായിട്ട് അലിഫ്ലാം ഉണ്ടാവുക എന്നുള്ളതും ഒരു പദം ഇസ്മാണെന്ന് അറിയാനുള്ള അടയാളമാണ്.
അതേപോലെ തന്നെ വേറൊരു അടയാളമാണ് ഹുറൂഫിൽ ഹഫ്ലി. ഹുറൂഫിൽ ഹഫ്ലി എന്ന് വായിക്കാൻ കാരണം ദുഹൂലു ഹുറൂഫിൽ ഹഫ്ലി എന്നാണ് കേട്ടോ അതിൻ്റെ തഖ്ദീർ ഉണ്ടാകുക. അപ്പോൾ ആ അലിഫിലേക്കാണ് അജ്ഫ് എന്നുള്ളത്. അപ്പോൾ ദുഹൂലു ഹുറൂഫിൽ ഹഫ്ലി, അതായത് ജറ് ചെയ്യുന്ന ഹർഫുകൾ പ്രവേശിക്കുക എന്നുള്ളതും എന്തിൻ്റെ അടയാളമാണ്? ഒരു പദം ഇസ്മാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ആ ഹുറൂഫുൽ ഹഫ്ല് എന്ന് പറഞ്ഞാൽ ജറിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വഹിയ, മിൻ, വ ഇല, വ അൻ, വ അല. അതായത് മിൻ, ഇല, അൻ, അല, ഫി, റുബ, ബ, കാഫ്, ലാം. അപ്പോൾ ഈ ഹർഫുകളാണ് ഹുറൂഫുൽ ഹഫ്ല് അല്ലെ ഹുറൂഫുൽ ജറ് എന്ന് പറയുന്നത്. അതിന് ശേഷം വരുന്ന ഒക്കെ ഇസ്മായിരിക്കും. കാരണം ഈ ഹർഫുകൾ ഫിയലിലോ അല്ലെങ്കിൽ ഹർഫിലോ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഒന്നാമതായിട്ട് മിൻ എന്നുള്ളത് നമുക്കറിയാം, ഖറജ്തു മിനൽ ജാമിഅത്തി, ഖറജ്തു മിനൽ ജാമിഅത്തി. അപ്പോൾ മിനൽ ജാമിഅത്തി എന്ന് പറയുമ്പോൾ അതിന് ശേഷം അൽ ജാമിഅ എന്നുള്ളത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ദഹബ്തു ഇലൽ ജാമിഅത്തി, ദഹബ്തു ഇലൽ ജാമിഅത്തി എന്ന് പറയുമ്പോൾ ഇല എന്നുള്ളത് അതും അതിന് ശേഷമുള്ള ഇസ്മ എന്ന് പറയുന്നത്, അതിന് ശേഷമുള്ള പദം എന്ന് പറയുന്നത് ഇസ്മാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം മിൻ എന്നുള്ളത് നമുക്കറിയാം ഫ്രം എന്നുള്ള അർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും, അല്ലാത്ത അർത്ഥങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇല എന്ന് പറയുന്നത് ടു എന്നുള്ള അർത്ഥത്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അൻ എന്നുള്ളത് നമ്മൾ തൊട്ട് എന്നൊക്കെ അർത്ഥം, അതായത് ഒരു കാര്യത്തിൻ്റെ മുജാവസ എന്ന് അറബിയിൽ പറയും. അപ്പോൾ ഖറജൽ സഹ്മു അനിൽ ഖൗസി എന്ന് പറഞ്ഞാൽ വില്ലിൽ നിന്ന് വില്ലിനെ തൊട്ട് അമ്പ്, അതായത് ഖറജ പുറപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മറികടക്കുക, മുജാവസത്ത് എന്ന അർത്ഥത്തിനാണ് പ്രധാനമായിട്ട് അൻ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് മലയാളത്തിൽ തൊട്ട് എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ അല എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മുകളിൽ എന്നുള്ള അർത്ഥത്തിനാണ്. അല എന്ന് പറഞ്ഞാൽ ഫൗക്ക് എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ ഫി എന്ന് പറയുന്നത് ഇൽ എന്നുള്ള അർത്ഥത്തിലാണ്, അതായത് ലർഫിയ എന്ന് പറയും. ഇപ്പോൾ ഫിൽ ഹക്കീബത്തി, എന്താ പറയുക, ഫിൽ ഹക്കീബത്തി കലമുൻ എന്ന് പറയുകയാണെങ്കിൽ ഫി എന്ന് പറഞ്ഞാൽ അതിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഫി എന്ന് പറയുന്നത് ഇൽ എന്നുള്ള അർത്ഥത്തിനാണ്. അതേപോലെ തന്നെ ഇത് ഹർഫ് ജറാണ്, അപ്പോൾ അതിന് ശേഷം വരുന്നത് ഇസ്മാണ് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ റുബ എന്ന് പറയുന്ന ഹർഫ് എന്നുള്ളത് അതിന് ശേഷം വരുന്ന ഇസ്മ എന്നുള്ളതിൻ്റെ അടയാളമാണ്. റുബ എന്നുള്ളത് എത്ര എത്ര എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ റുബ റജുലി എന്ന് പറഞ്ഞാൽ എത്ര എത്ര പുരുഷന്മാരാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത് കുറച്ച് എന്നുള്ള അർത്ഥത്തിനും വരാറുണ്ട്, കൂടുതലും തെക്സീർ എന്നുള്ള അർത്ഥത്തിനാണ് വരാറ്. അതേപോലെ തന്നെ ശേഷമുള്ള ഒരു ഹർഫാണ് ബാ എന്ന് പറയുന്നത്. ബാ എന്ന് പറയുന്നത് ഇപ്പോൾ ഖറജ എന്നുള്ളൊരു പദം നമ്മൾ എടുത്താൽ ഖറജു എന്ന് പറഞ്ഞാൽ ഞാൻ പുറപ്പെട്ടു എന്നുള്ളത് അതൊരു ലാസിമായ ഒരു ഫിഅലാണ്. ഖറജു എന്ന് പറഞ്ഞാൽ ഞാൻ പുറപ്പെട്ടു, അതൊരു മഫ്ഊലിൻ്റെ ആവശ്യമില്ല. ഇനി അപ്പോൾ ദഹബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്നെ കൊണ്ടുപോയി എന്നുള്ള അർത്ഥത്തിനാക്കണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ദഹബ ബിഹി എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ബാ എന്നുള്ളത് പ്രധാനമായിട്ട് ഒരു ഫിയലിനെ മറ്റൊരു ഫിയലിലേക്ക് വിട്ട് കടക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ലാസിമായ ഫിയലിനെ മുതഅദ്ദിയാക്കാനാണ് പ്രധാനമായിട്ട് ബാ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കാഫ് എന്ന് പറയുന്നതും അതിന് ശേഷം വരുന്നത് ഇസ്മായിരിക്കും എന്നതിൻ്റെ അടയാളമാണ്. കാഫ് എന്ന് പറയുന്നത് പ്രധാനമായ അർത്ഥം എന്ന് പറഞ്ഞാൽ പോലെ എന്നുള്ള അർത്ഥത്തിനാണ് കാഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാമ് എന്ന് പറയുന്നത് ഒരു കാര്യം വേറൊരാളുടെ ആണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ കിതാബുൻ ലി സെയ്ദ് എന്ന് പറഞ്ഞാൽ സെയ്ദിൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ്. ഒരാൾക്ക് മുൽക്കിയത്തുണ്ട് അല്ലെങ്കിൽ ഇഖ്തിസാസ് ഉണ്ട്, ഇസ്തിഹ്ഖാഖ് ഉണ്ട് എന്നുള്ളൊക്കെ അർത്ഥത്തിനാണ് ലാമ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഹർഫുകൾ മിൻ, ഇല, അൻ, അല, ഫി, റുബ, ബ, കാഫ്, ലാം, ഈ ഹർഫുകളൊക്കെ വന്നാൽ അതിന് ശേഷമുള്ള ഇസ്മ് മജ്റൂർ ആയിരിക്കും. അതേപോലെ തന്നെ അത് ശേഷമുള്ള പദം ഇസ്മാണ് എന്നുള്ളതിൻ്റെ അടയാളവും കൂടിയാണ്. അതേപോലെ വേറൊരു കൂട്ടം ഹർഫുകൾ പ്രവേശിച്ചാലും നമുക്ക് ഒരു പദം ഇസ്മാണെന്ന് മനസ്സിലാക്കാം. അതാണ് ഹുറൂഫുൽ ഖസം എന്ന് പറയുന്നത്. ഹുറൂഫുൽ ഖസം എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫുൽ ഖസം എന്ന് പറയുന്നത്. അത് നമുക്കറിയുന്നത് പോലെ വാവ്, ബാ, ചാ എന്ന 3 ഹർഫുകളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വല്ലാഹി എന്ന് നമ്മൾ പറയും, വല്ലാഹി. അതേപോലെ തന്നെ ബില്ലാഹി എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ
തല്ലാഹി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ 3 നമ്മൾ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹർഫുകൾക്ക് ശേഷം വരുന്ന പദവും ഇസ്മായിരിക്കും എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 3 അല്ലെങ്കിൽ 4 അടയാളങ്ങളാണ്. ഒന്നാമതായിട്ട് കെസ്റത്ത് വരിക എന്നുള്ളത്. രണ്ടാമത് കെസ്റത്ത് എന്ന് പറയുന്നത് എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. അതിൽ കുറച്ചും കൂടി വിശദീകരണം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ജർ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ തൻവീന് വരിക എന്നുള്ളത് രണ്ടാമത്തെ അടയാളമാണ്. ഒരു പദം ഇസ്മാണെന്നതിൻ്റെ അടയാളമാണ്. മൂന്നാമതായിട്ട് അലിഫ്ലാം ഉണ്ടാവുക എന്നുള്ളത്. ഒരു പദത്തിൽ അലിഫ്ലാം കണ്ടാൽ നമുക്കത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം. അതേപോലെ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ഹഫ്ള് എന്ന് പറയുമ്പോൾ ജറ് വന്നാൽ, ഇപ്പോൾ ഈ ഹുറൂഫുൽ ജറ് വന്നാൽ അല്ലെങ്കിൽ ഹുറൂഫുൽ ഹഫ്ള് പ്രവേശിച്ചാൽ അതിന് ജറ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഉപം എന്നുള്ള നിലക്ക്, അതിൻ്റെ ഒരു വിശദീകരണം എന്നുള്ള നിലക്ക് തന്നെ നമുക്ക് ഹുറൂഫുൽ ഹഫ്ള് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പദത്തിൽ ഈ ഒരു ഹുറൂഫുകൾ പ്രവേശിക്കപ്പെട്ട പദം എന്ന് പറയുന്നത്, ഈ ഒരു ഹർഫിന് ശേഷം വരുന്ന പദങ്ങൾ എന്ന് പറയുന്നത് ഇസ്മായിരിക്കും. അതുപോലെ നമ്മൾ മുമ്പ് പഠിച്ച കിതാബുകളിലൊക്കെ ഈ ഹുറൂഫുൽ ഖസം എന്നുള്ളത് ഹുറൂഫുൽ ഹഫ്ളിൻ്റെ കൂടെ തന്നെ എണ്ണുന്നത് കാണാം. അപ്പോൾ അത് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഹുറൂഫുൽ ഖസം ആയാലും അതിൻ്റെ അമല് എന്ന് പറയുന്നത്, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ശേഷമുള്ളതിൽ ജറ് ചെയ്യുക, അല്ലെങ്കിൽ ശേഷമുള്ളതിൻ്റെ ആ പദം കസ്റത്താകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എണ്ണാം. അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ വദീഫത്ത് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം എന്താണ് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ള ആ അർത്ഥത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഹുറൂഫുൽ ഖസം എന്ന പേരിലും അത് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ 4 അടയാളങ്ങളാണ് നമുക്ക് ഒരു പദം ഇസ്മാണോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ. അപ്പോൾ ഈ 4 അടയാളങ്ങളാണ് ഇവിടെ എണ്ണിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിൽ വന്നിട്ടുള്ളത്. അതും കൂടി നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ 4 കൂടുതൽ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ 4 അടയാളം അല്ലാത്ത വേറെ ഏതെങ്കിലും അടയാളങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നതുണ്ടോ? ഓക്കെ, നിദ. വേറെ ഏതാണ്? പിന്നെ നമ്മളിപ്പോൾ അൽഫിയൊക്കെ ഓതികൾക്കായിരിക്കറിയാം. ബിൽ ജർരി വത്തൻവീനി വന്നിദ വമുസ്നദിൽ ഇസ്നാദ് എന്നുള്ളത്. അപ്പോൾ ഈ ജറ്, തൻവീന്, അലിഫ്ലാം, നിദാ എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇസ്നാദ് എന്ന് പറയുന്നത് ഒരു മാനവിയായ ഒരു കാര്യമാണ്. അതായത് ഒരു പദം വേറെ പദത്തിലേക്ക്, ഇപ്പോൾ മുബ്തദ ഖബറാവുക, അതേപോലെ തന്നെ ഫായിലാവുക, അതൊക്കെ ഒരു ഇസ്മിനെ സൂചിപ്പിക്കുന്ന അടയാളമാണ്. കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു 4 അടയാളം പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു പദത്തിൽ അലിഫ്ലാം കണ്ടാൽ അല്ലെങ്കിൽ തൻവീന് കണ്ടാൽ, തൻവീനും അലിഫ്ലാമും ഒന്നിച്ച് വരില്ല. അപ്പോൾ ഒന്നുകിൽ തൻവീന് അല്ലെങ്കിൽ അലിഫ്ലാം. തൻവീന് വരുമ്പം കൂടുതലും നെക്കിറയായിരിക്കും, അലിഫ്ലാം വരുമ്പം കൂടുതലും മാരിഫി ആയിരിക്കും. അതേപോലെ തന്നെ അല്ലെങ്കിൽ അവസാനം നമ്മൾ കസ്റത്ത് കാണുകയാണെങ്കിൽ നമുക്കതൊരു ഇസ്മാണെന്ന് മനസ്സിലാക്കാം. ഈ 4 അടയാളങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു പദം ജുംലയിൽ വരുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു ജുംലയിൽ ഒരു പദം വരുമ്പോൾ, ഇപ്പോൾ ഒരു പദം ഇപ്പോൾ അൽ കലാമു ഹുവൽ ലഫ്ലുൽ മുറക്കബുൽ മുഫീദു ബിൽ വദഇ എന്നുള്ളത് ഒരു ജുംലയാണ്. അല്ലെങ്കിൽ അൽ കലാമു ഹുവൽ ലഫ്ലു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജുംലയാണ്. അപ്പോൾ അൽ കലാമു ഹുവൽ ലഫ്ലു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ അൽ കലാം എന്നതിൽ അലിഫ്ലാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അൽ ലഫ്ലു എന്നുള്ളത് അലിഫ്ലാം വന്നിട്ടുണ്ട്. അത് രണ്ടും ഇസ്മാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതൊരു ജുംലയിൽ വരുമ്പോഴാണ് ഈ അലിഫ്ലാമും തൻവീനും അതേപോലെ തന്നെ ഹർഫുൽ ജറു അങ്ങനെയൊക്കെ വരിക. ഒരു പദത്തെ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് സർഫിയായിട്ട് നോക്കുകയാണെങ്കിൽ, സർഫിയായ അടയാളങ്ങൾ അല്ല ഈ അടയാളങ്ങളെന്ന് പറയുന്നത്. അതായത് ഒരു ജുംലയിൽ വരുമ്പോൾ ഉള്ള അടയാളങ്ങളാണ് ഈ പറഞ്ഞ അടയാളങ്ങൾ. സർഫിയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ സീഗ അല്ലെങ്കിൽ വസ്ന് എന്ന് പറയും. അതായത് മസ്തറുകൾക്ക് ചില പ്രത്യേക വസ്നുകളുണ്ട്. അതേപോലെ തന്നെ ഇസ്മു ഫായിലിന് ചില പ്രത്യേക വസ്നുകളുണ്ട്, ഇസ്മു മഫ്ഊലിന് ചില പ്രത്യേക വസ്നുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു പദം സെപ്പറേറ്റായി എടുക്കുമ്പോൾ അത് ഇസ്മാണോ ഫിഅലാണോ എന്ന് മനസ്സിലാക്കാൻ
സീഗ അല്ലെങ്കിൽ വസ്ന് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുക. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നഹ്വ് ആയതുകൊണ്ട് നമുക്ക് ഒരു ജുംലയിൽ വരുമ്പോൾ അതിൻ്റെ അടയാളം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇസ്മ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എവിടെ ഇസ്മ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അടയാളങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജർ എടുക്കുകയാണെങ്കിലും തൻവീൻ എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ അലിഫ്ലാം എടുക്കുകയാണെങ്കിലൊക്കെ നമുക്കറിയാം ഇതൊക്കെ മുഅറബായ ഇസ്മിലാണ് വരിക. മുഅറബായ ഇസ്മ എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. മബ്നിയായ ഇസ്മുകളുമുണ്ട്, മുഅറബായ ഇസ്മുകളുമുണ്ട്. അതായത് ഒരു പദത്തിൻ്റെ അവസാനം വ്യത്യാസപ്പെടുന്നതിനാണ് മുഅറബ് എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ വ്യത്യാസപ്പെടുന്നതിന്, അതായത് ജർ അല്ലെങ്കിൽ റഫ്അ്, നസ്ബ് അങ്ങനെ മാറുന്നതിനാണ് നമ്മൾ മുഅറബായ ഇസ്മ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മബ്നിയായ ഇസ്മുകളുണ്ട്. മബ്നിയായ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം മാറ്റം വരില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹുവ എന്നുള്ള പദം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹുവ എന്നുള്ളത് അത് ഫായിലായി വന്നാലും മഫൂലായി വന്നാലും ഇവിടെ ഫായിലിൻ്റെ സ്ഥലത്ത് വരുള്ളൂ എന്നുള്ള ഒരു കാര്യം, അതിൻ്റെ ലമീറിൻ്റെ മുൻഫസിലായി വരുമ്പോൾ അത് നസ്ബിൻ്റെ സന്ദർഭത്തിലും ജറിൻ്റെ സന്ദർഭത്തിലൊക്കെ വരും. അപ്പോൾ ആ ഒരു ലമായറുകളൊക്കെ മാറ്റം വരുന്നില്ല. ആ ലമായറുകളൊക്കെ ഇസ്മുകളിൽപ്പെട്ടതാണ്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ അടയാളങ്ങൾ നമുക്കൊരു മുഅറബായ ഇസ്മിനെ മനസ്സിലാക്കാൻ ഉതകുന്ന അടയാളങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കിയ കാര്യമെന്ന് പറയുന്നത് കലാം എന്താണെന്നും അതിൻ്റെ പാർട്സുകൾ എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ സ്പീച്ച് എന്നുള്ളത് അതിനാണ് കലാം എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് സ്പീച്ച് എന്നുള്ള അക്സാമുൽ കലാം എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇസ്മ, ഫിഅല്, ഹർഫ് പറഞ്ഞു, ഇസ്മിൻ്റെ അടയാളങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ചോദിക്കാൻ എന്താ പറയുക, വോയിസിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർ ടെക്സ്റ്റ് ചെയ്താലും മതി ഇൻഷാ അല്ലാഹ്. ചോദിക്കാനുള്ളവർക്ക് ഓപ്പൺ ആക്കിയിട്ട് മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് ചോദിക്കാം, അല്ലാത്തവർക്ക് ടെക്സ്റ്റ് ചെയ്യാം. ചോദിച്ചോട്ടെ ഡൗട്ട്? തെറ്റാണെന്ന് അറിയില്ല എനിക്ക്. ചോദിച്ചോളൂ. തെറ്റ് ഇവിടെ ഒരു പ്രശ്നമുള്ള കാര്യമുള്ളത് തെറ്റ് എന്ന് പറയുന്നത്. ദഹബ്തു ഇല ജാമിയാന്ന് എക്സാമ്പിൾ പറഞ്ഞിരുന്നോ നേരത്തെ? അപ്പോ ഇല എന്ന് പറയുന്നത് ഹർഫ് ജറാണല്ലോ. അപ്പൊ അതിന് ശേഷം വരുന്നത് സാധാരണ കസറത്തായിരിക്കുമല്ലോ നെക്സ്റ്റ് വരുന്ന ഇസ്മിന്, അല്ലെ? നെക്സ്റ്റ് വരുന്ന വേർഡിന് കസറത്തായിരിക്കുന്നല്ലേ? കസറത്തായിരിക്കും. അപ്പൊ ഇവിടെ ദഹബ്തു ഇല ജാമിയാത്തി എന്നാണോ? ദഹബ്തു ഇലൽ ജാമിഅത്തി. ഓക്കെ. ദഹബ്തു ഇലൽ ജാമിഅത്തി എന്ന് വരും. അതുപോലെ വേറെ സംശയം ചോദിക്കട്ടെ? ഓക്കെ ചോദിച്ചോ. ഇവിടെ ഫൽ ഇസ്മു യുഅറഫു ബിൽ ഖഫ്ലി എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അതിന് ശേഷം ലാസ്റ്റ് വന്നിട്ട് വഹറൂഫിൽ ഖഫ്ലി എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ബിൽ ഖഫ്ലി എന്ന് പറയുമ്പോൾ തന്നെ അതില് ജറിന്റെ അക്ഷരം കൊണ്ടുള്ള ഖഫ്ലാവട്ടെ, അതുപോലെ തന്നെ ഇളാഫത്തിന്റെ ആവട്ടെ, തബഴിയത്തിന്റെ ആവട്ടെ, എല്ലാ രീതിയിലും ഖഫ്ല അവിടെ തന്നെ പെട്ടില്ലേ? എന്നിട്ട് പിന്നെ പ്രത്യേകം ഹറൂഫിൽ ഖഫ് എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വഹറൂഫീന്ന് വായിക്കണം വഹറൂഫൂന്ന് വായിക്കണം ചോദിച്ചത്. അത് ശരിയാണ്. ഇത് നമ്മൾ ഈ മുഖദ്ദിമ എന്നുള്ള മുബ്തദീങ്ങൾക്കായതുകൊണ്ട് കൂടുതൽ എന്താവേണ്ട ആവശ്യമില്ല, നമ്മൾ എന്താ ആയിന്നിറങ്ങേണ്ട ആവശ്യമില്ല. ഹഫ്ല് എന്ന് പറയുമ്പോൾ ഇളാഫത്തായിരിക്കും ഫസ്റ്റത്തെ ഹഫ്ല് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായ, രണ്ടാമത്തെ ഹഫ്ല് കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഒരു രൂപത്തിലായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താ വേണ്ടത്, ഇതൊരു മുഖദ്ദിമത്തുൽ അജ്റൂമിയ എന്ന് പറഞ്ഞാൽ തുടക്കക്കാർക്കുള്ളതാണ്. അപ്പോൾ അവർക്ക് തീരെ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് അങ്ങനെ വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. അതല്ല ഞാൻ ചോദിക്കുന്ന ഉദ്ദേശം, ഇവിടെ നേരത്തെ ഹഫ്ല് കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു, അതിന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണോ അതറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓക്കെ, ഇവിടെ ഉദ്ദേശം എന്നുള്ളത് ദുഖൂലു ഹുറൂഫിൽ ഹഫ്ളി എന്നുള്ളതാണ്. ഓക്കെ, ഹഫ്ള് എന്നുള്ളത് നിങ്ങൾ മീനിങ് എന്നുള്ളത് പറയുന്നത് നഹ്വിയായ ടേമിൽ ഉദ്ദേശിക്കുന്നത് ജറാണ് ഉദ്ദേശിക്കുന്നത്. ഹഫ്ള് എന്ന് പറഞ്ഞാൽ ജറ് കൊണ്ട് അറിയാം. ഒരു ഇസ്മിൽ മജ്റൂറായിട്ട് വരികയാണെങ്കിൽ, ഒരു ഇസ്മ മജ്റൂറായിട്ട് വരികയാണെങ്കിൽ അത് നമ്മൾ ഇസ്മാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഹഫ്ള് എന്നുകൊണ്ടത് ജറാണ് ഉദ്ദേശിക്കുന്നത്. ജറ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ യുഅറഫു ബിൽ ഹഫ്ളി,
ഇപ്പോൾ യുഅറഫു ബിൽ ഖഫ്ലി എന്നുള്ള ഈ ഒരു ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ യുഅറഫു ബിൽ ഖഫ്ലി, അപ്പോൾ ബിൽ ഖഫ്ലി എന്നുള്ളത് അതിന് ശേഷം വരുന്നത് മജ്റൂറാണ്, കസ്റത്താണ്. അപ്പോൾ ഈ ഒരു പദം ഇസ്മാണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ രണ്ടടയാളങ്ങളുണ്ട്. ഒന്ന് അല്ലുണ്ട്, അതേപോലെ തന്നെ അവസാനം കസ്റത്ത് വരിക എന്നുള്ളത് ഒരു ഇസ്മിനെ മനസ്സിലാക്കാനുള്ള അടയാളമാണ്. കാരണം ഈ കസ്റത്ത് എന്നുള്ളത് ഫിഅലിലോ അതേപോലെ തന്നെ ഹർഫിൽ ജർ എന്ന അൽക്കോ വരില്ല. പറഞ്ഞത് വ്യക്തമായോ? അതേപോലെ തന്നെ ഹഫ്ള് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹഫ്ള് എന്ന ഒരു ടേമാണ്. അതായത് അറബിയിൽ അല്ലെങ്കിൽ അറബിക് ഗ്രാമറിൽ നമുക്കറിയാം 2 മദ്രസകളുണ്ട്, 2 സ്കൂളുകളുണ്ട്, ബസറക്കാർ കൂഫക്കാർ. ഈ ബസറക്കാരുടെ അടുക്കലാണ് ജറ് എന്ന് പറയപ്പെടുന്നത്. ഹഫ്ള് എന്നുള്ളത് കൂഫക്കാരുടെ അടുക്കലുള്ള ടേമാണ്. അപ്പോൾ രണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരേ കാര്യമാണ്, രണ്ടാളുടെ ടേം വ്യത്യാസമുണ്ട് എന്ന് ഇതുള്ളൂ. അതേപോലെ വേറൊരു ചോദ്യമാണ് ഇളാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇളാഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് എന്താ പറയുക ചേർക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള ദുഖൂലുൽ അലിഫി വല്ലാമി അല്ലെങ്കിൽ അക്സാമുൽ കലാമി, കലാമിൻ്റെ ഇനങ്ങൾ. ഇപ്പോൾ ഒന്നിൻ്റെ അല്ലെങ്കിൽ ഒന്നിൻ്റെ, ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കലാമിൻ്റെ ഇനങ്ങൾ എന്നല്ല പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ ഇൻ്റെ ഉടേ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ പറയുന്നതിനാണ് നമ്മൾ മലയാളത്തിൽ മുലാഫ് ഇലൈഹി പറയാം. അപ്പോൾ 2 ഇസ്മുകൾ അടുത്തടുത്ത് വരുമ്പോൾ ഒന്ന് മറ്റതിൻ്റെ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതിനാണ് രണ്ടാമത്തെ പദത്തിന് മുലാഫ് ഇലൈഹി എന്നും ആദ്യത്തേന് മുലാഫ് എന്ന് പറയും. അപ്പോൾ അതിനാണ് ആ ഒരു പ്രക്രിയക്കാണ് ഇളാഫത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മുലാഫ് ഇലൈഹി എപ്പോഴും മജ്റൂറായിരിക്കും. അപ്പോൾ ഈ ജറ് മുലാഫ് ഇലൈഹി കണ്ടാൽ നമുക്കത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം, കാരണം അതിൽ ജറുണ്ട്. അതുപോലെ തന്നെ മുലാഫും എപ്പോഴും എന്തായിരിക്കും? ഇസ്മായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ റുബ്ബയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ റുബ്ബ എന്ന് പറയുന്നത് തക്സീർ എന്ന് പറയും. അതായത് റുബ്ബ റജുലിൻ, എത്ര പുരുഷന്മാരാണ്, റഅയ്തുഹു, എത്ര പുരുഷന്മാരെയാണ് ഞാൻ കണ്ടത് എന്ന് പറയുകയാണെങ്കിൽ റുബ്ബ റജുലിൻ റഅയ്തുഹു. അപ്പോൾ റുബ്ബ എന്നുള്ളത് എത്ര എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ്. കം എന്നുള്ള ഒരു ഖബരിയാകുമ്പോഴുള്ള ആ ഒരു അർത്ഥത്തിലാണ് റുബ്ബ വരുന്നത്. അപ്പോൾ റുബ്ബയ്ക്ക് ശേഷമുള്ള ഇസ്മ, ഇപ്പോൾ റുബ്ബ റജുലിൻ എന്നാണ് നമ്മൾ പറയുക. റുബ്ബയ്ക്ക് ശേഷമുള്ള ഇസ്മ നെക്കിറ ആയിരിക്കും എപ്പോഴും. അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഹർഫുൻ ജാ അലി മഅന എന്ന് പറയാൻ കാരണം നമ്മൾ പണ്ടത്തെ കിതാബുകളൊക്കെ എടുത്തു നോക്കിയപ്പോൾ സീബോയിൻ്റെ കിതാബൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ഹർഫുൻ ജാ അലി മഅന എന്ന് പറയും. നമ്മൾ മുതാഖിരീങ്ങളെ കിതാബുകൾ, അതായത് പിൻതലമുറക്കാരുടെ കിതാബുകൾ എടുക്കുകയാണെങ്കിൽ ഹർഫുൻ എന്ന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഹർഫുൻ ജാ അലി മഅന എന്നുള്ള ആ ടേമിനെ ഒന്നുകൂടി ചുരുക്കിയതാണ് ഹർഫ് എന്നുള്ള ടേം. അതായത് ഹർഫുകളിൽ 2 രൂപത്തിലുണ്ട്. ഒരു അർത്ഥത്തിന് വരുന്ന ഹർഫുകളുണ്ട്, അർത്ഥത്തിനല്ലാതെ വരുന്ന ഹർഫുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഹുറൂഫ് അൽ ഹിജ എന്ന് പറഞ്ഞ നിലക്ക്, അതായത് അലിഫ്, ബാ, താ എന്നുള്ള ആ ഒരു രൂപത്തിൽ പറയുന്നുണ്ടല്ലോ, അതൊരു അർത്ഥമില്ലാത്ത, അതായത് ഒരു കലിമത്ത് ഉണ്ടാവാൻ നമ്മൾ ഇപ്പോൾ അക്സാം എന്നുള്ള പദം എടുക്കുകയാണെങ്കിൽ ഹംസത്ത്, പിന്നെ അതിനുശേഷം ഖാഫ്, സീന്, അലിഫ്, മീം, ആ ഓരോ ഹർഫുകൾ സ്വന്തം എടുക്കുകയാണെങ്കിൽ അതിനൊരു അർത്ഥമില്ല. അപ്പോൾ ആ ഹർഫല്ല ഉദ്ദേശം. പിന്നെ നമ്മൾ അലാമാത്ത് എന്നുള്ള ഇവിടെ ഒരു വാവ് കാണുന്നില്ലേ, വാവ് എന്നുള്ള വാവിനൂടെ അത്ഫ് എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു വാവ് അല്ലെങ്കിൽ മിൻ, ഇല, അൻ, ഈ പറഞ്ഞ ഹർഫുകളൊക്കെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മാനക്ക് ഒരു അർത്ഥത്തിന് വേണ്ടി വരുന്ന ഹർഫുകൾക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഹർഫുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ജാ അലി മാന എന്നുള്ള ഒരു ഖൈദ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹർഫുകൾ ഹുറൂഫുൽ മബാനി, അതേപോലെ തന്നെ ഹുറൂഫുൽ മആനി എന്ന് 2 രൂപത്തിലുണ്ട്. ഹുറൂഫുൽ മബാനി എന്ന് പറഞ്ഞാൽ അലിഫ്, ബാ, താ എന്നുള്ള അതിനാണ് ഹുറൂഫുൽ മബാനി എന്ന് പറയുന്നത്. ഹുറൂഫുൽ മആനി എന്ന് പറഞ്ഞാൽ ഇമിൻ, ഇല, അതേപോലെ ഹുറൂഫുൽ ജർ, ഹുറൂഫുൽ എന്താ പറയുക ഹർഫുൽ ഷർത്ത്, ഹർഫുൽ നസ്ബ്, അങ്ങനെ വരുന്ന ഹർഫുകൾക്കാണ് നമുക്ക് ഹുറൂഫുൽ മആനി എന്ന് പറയുക. ആ ഹുറൂഫുൽ മആനിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹർഫുൻ ജാ അലി മഅന എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ. അസ്സലാമലൈക്കും. ഈ റുബ്ബക്ക് ശേഷം വരുന്നത് ജദായിരിക്കില്ല, കമ്മിന് ശേഷം വരുന്നത് ജദായിരിക്കുമോ?
കമ്മിന് ശേഷം വരുന്നത് കമ്മിൻ്റെ അർത്ഥത്തിൽ റുബ, അതായത് കം ഖബരിയ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോഴാണ് പറഞ്ഞത്. അതായത് കമ്മിന് ശേഷം രണ്ട് രൂപത്തിൽ വരാം. അതായത് കമ്മ് എന്നുള്ള ഇസ്തിഫാമോ ആകാം, അതേപോലെ തന്നെ കമ്മ് ഖബരിയാകാം. കമ്മ് ഖബരി ആണെങ്കിൽ അതിന് ശേഷം മജ്റൂറായിരിക്കും, കമ്മ് ഇസ്തിഫാം ആണെങ്കിൽ മൻസൂബായിരിക്കും. നമ്മൾ കമ്മ് ഇവിടെ പറയാൻ കാരണം റുബൻ്റെ അർത്ഥം, അതായത് കമ്മ് ഖബരിയാകുമ്പോഴുള്ള അർത്ഥമാണ് റുബക്ക് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ ഈ ഒരു ജുംല അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജുംലയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വലി ബയാനി ദാലിക തഅമ്മൽ മഅനൽ ഹർഫി മിൻ ഫിൽ ജുംലത്തി അല്ലാത്തിയ സാഫർതു മിൻ ജാക്കാർത്ത ഇല റിബ അക്കൽത്തു മിന തുഫാഹ മരിയൽത്തു മിനൽ ബർദി. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ജുംല അതേപോലെ തന്നെ അതിന് ശേഷമുള്ള 3 ജുംലകളിൽ ഇസ്മുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബയാന് എന്നുള്ളത് ഒരു ഇസ്മാണ്. അപ്പോൾ ബയാന് എന്നുള്ളത് ഇസ്മാണെന്ന് അറിയിക്കുന്ന അടയാളം എന്താണ്? ഓക്കെ, ജറാണ്. അതേപോലെ മഅനൽ ഹർഫി, ഇപ്പോൾ വലി ബയാനി ദാലിക മഅനൽ ഹർഫി. അപ്പോൾ മഅനൽ ഹർഫി എന്നുള്ളിടത്ത് അൽ ഹർഫി എന്നുള്ളിടത്ത് നമുക്ക് അല്ല് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മഅന എന്നുള്ളത് ഇസ്മാണ് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അതിനെ അറിയിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് സൂചിപ്പിക്കുന്ന അടയാളം ഏതാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞതിലില്ലാത്തൊരു അടയാളമാണ്. ഓക്കെ, അതായത് ഇലാഫത്ത് മുലാഫ് മുലാഫു ഇലൈഹി ഇസ്മായിരിക്കും എന്നുള്ളത് നമുക്കറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ മഅന എന്നുള്ളത് നമുക്ക് ഇലാഫത്ത് എന്നുള്ള അതിൻ്റെ അടയാളമാണ്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, മഅന എന്നുള്ളത് ഇസ്മാ എന്നറിയിക്കുന്ന മഫഅൽ വസ്നിലല്ല വന്നിട്ടുള്ളത് എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർഫാണ് അതിൻ്റെ ഒരു ഇത്. അതായത് സർഫിലാണ് നമ്മൾ വസ്നിനെ കുറിച്ച് പറയാം. ഇവിടെ നഹ്വിൽ നമ്മൾ ഒരു ജുംലയിൽ വരുമ്പോൾ എങ്ങനെ ഇസ്മാ എന്ന് മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ ഫിൽ ജുമലിൽ ആത്തിയ, ഫിൽ ജുമലിൽ ആത്തിയ എന്നുള്ളിടത്ത് ഏതാണ് അടയാളം? അൽ ജുമൽ. അതേപോലെ തന്നെ അൽ ആത്തിയ എന്നുള്ളിടത്ത് ഓക്കെ. അതേപോലെ വേറെ എന്തെങ്കിലും അടയാളം ഉണ്ടോ? ഓക്കെ. പിന്നെ ദാലിക എന്നുള്ളത് വലി ബയാനി ദാലിക, ദാലിക എന്നുള്ളത് ഏത് ഇനത്തിലാണ് പെടുക? അതായത് ഇസ്മാണെന്ന് മനസ്സിലായി. അപ്പോൾ ദാലിക എന്നുള്ളത് ഈ ഏതെങ്കിലുമൊക്കെ അടയാളങ്ങളുണ്ടോ? ഓക്കെ, മബിനിയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഅറബായ ഇസ്മുകൾക്കുള്ള അടയാളങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദാലിക എന്നുള്ളതിൻ്റെ മഹല്ലിൽ ജറാണെങ്കിലും അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ദാലിക എന്നുള്ളത് ദാലിക്കീന്നോ ദാലിക്കുവോ എന്നോ വ്യത്യാസം വരില്ല. അതുകൊണ്ട് അങ്ങനത്തെ പദങ്ങൾ, അതായത് ഇസ്മി ഇഷാറ, ളമാഇറുകൾ, അസ്മാ ഉൽ മൗസൂൽ, അസ്മാ ഉൽ ഇസ്തിഫാം, അസ്മാ ഉൽ ഷർത്ത്, അതൊക്കെ മബ്നിയാത്തുകൾപ്പെട്ടാണ്. അത് കുറച്ച് കാറ്റഗറി അല്ലല്ലോ. ഇപ്പോൾ ദാലിക തിൽക്ക അങ്ങനെ കുറച്ച് കാര്യങ്ങളല്ലല്ലോ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അതൊക്കെ മബ്നി ആയതുകൊണ്ട് അതൊക്കെ ഇസ്മുകളാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് സൂചിപ്പിച്ചെന്നുള്ളൂ. അതേപോലെ സാഫർതു മിൻ ജാക്കാർത്ത ഇല ലിബാവോ, അതേപോലെ തന്നെ അക്കൽത്തു മിന തുഫാഹ, അത്തുഫാഹ എന്നുള്ളിടത്ത് എന്താണ് അടയാളം? അത് ഇസ്മാണെന്നുള്ളത്. അലിഫ്ലാം. അതേപോലെ തന്നെ മരിയൽത്തു മിനൽ ബർദി, മിനൽ ബർദി എന്നുള്ളിടത്ത് ഇതേപോലെ തന്നെ അലിഫ്ലാം ചെറുതാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ അക്കൽത്തു എന്നുള്ളിടത്ത് ഒരു താ, അതേപോലെ തന്നെ സാഫർത്തു എന്നുള്ളിടത്ത് ഒരു താ, മരിയൽത്തു എന്നുള്ളിടത്തൊക്കെ ഒരു താ കാണുന്നുണ്ട്. ആ തായിന് നമുക്കറിയാം. ആ തായിന് എന്താ പേര് പറയാം? താ ഉൽ ഫായിൽ. അപ്പോൾ അതിന് മൊത്തത്തിൽ പേര് പറയുന്ന ഇതെന്ന് പറയുന്നത് ലമീർ എന്നാണ് പറയാം. ലമീർ മുത്തസിലാണ്. അപ്പോൾ ലമീറുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മബ്നിയാത്തുകൾപ്പെട്ടാണ്. അതായത് അതിന് അവസാനം വ്യത്യാസമൊന്നും വരില്ല. അതിൻ്റെ മഹല്ലിലായിരിക്കും ഇറാബ് ഉണ്ടാകുക. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം
വേറൊരു കാറ്റഗറി ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ അടയാളങ്ങൾ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു ഫായിദ എന്ന് പറയുന്നത് മീൻ എന്നുള്ള 3 അർത്ഥങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇത് വായിച്ചത് കൊണ്ട് പറയാമെന്നുള്ളൂ. മീൻ എന്നുള്ളത് ഫസ്റ്റത്തയിൽ ഇബ്തിദാ ഉൽ ഗായ എന്ന് പറയും, അതായത് ഫ്രം എന്നുള്ള അർത്ഥത്തിനാണ്. രണ്ടാമത്തേൽ തബഈദ് എന്ന് പറയും, അതായത് അക്കൽതു മിന തുഫാഹ എന്ന് പറഞ്ഞാൽ തുഫാഹത്തിൻ്റെ ബാള് കഴിച്ചു എന്നാണ്, കുറച്ച് കഴിച്ചു എന്നാണ്. അതുപോലെ തന്നെ മരിൽത്തു മിനൽ ബർദി എന്ന് പറഞ്ഞാൽ സബബിയാണ്, അതായത് തണുപ്പ് കാരണമായിട്ട് രോഗമുണ്ടായി അല്ല പനി വന്നു എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പോൾ മീൻ എന്നുള്ളത് 3 അർത്ഥത്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ ഒരു ഫായിദ അധികമായിട്ട് പറഞ്ഞു, ഇത് വായിച്ചുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് ഇസ്മിൻ്റെ അടയാളം എവിടെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി അതായത് ഒരു സ്ഥലത്ത് ഇസ്മ വന്നാൽ അല്ലെങ്കിൽ ഒരു പദം കണ്ടാൽ അത് ഇസ്മാണോ എന്ന് മനസ്സിലാക്കാനുള്ള അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇൻഷാല്ലാ ഇതിങ്ങനെ തുടക്കത്തിലാണ്, നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെയാണ് ബാക്കിയുള്ളതൊക്കെ സെറ്റാവല്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫിയലിൻ്റെയും ഹർഫിൻ്റെയും പറയും. അപ്പോൾ 3 നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ക്ലാസ്സിൽ നമുക്ക് മൊത്തത്തിൽ പ്രാക്ടീസ് ചെയ്താൽ ആ ഭാഗം ഇൻഷാല്ലാ നമുക്ക് ക്ലിയർ ആക്കാം. അപ്പോൾ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ചെയ്യാം.